ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സൗണ്ട് കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ബോട്ടിൽ ആർട്ട് എങ്ങനെ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ട് ചെയ്യാമെന്നാണ്. അതിന് ഫസ്റ്റ് തന്നെ നമുക്കൊരു ബോട്ടിൽ വേണം, പിന്നെ ഒരു സ്റ്റിക്കറും വേണം. നമ്മൾ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റിക്കർ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്റ്റിക്കർ പേപ്പറിൽ വരച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി എനിക്ക് ആവശ്യമുള്ള അത്രയും ഒരു പേപ്പർ ഞാൻ സ്റ്റിക്കർ ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനതിൽ വരച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ പിക്ചറാണ് എനിക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വരച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്യണം. നമുക്ക് അത് കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ കുപ്പിയിൽ ഒട്ടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പം വരയ്ക്കാൻ കഴിവ് വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ലേ ഔട്ട് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. എന്താണോ നമ്മൾ ഇത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കർ അങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് അത് കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലാണ്ട് നന്നായി വരച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ല. ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത പീസ് നമ്മൾ നമ്മുടെ കുപ്പിയിൽ ഒട്ടിക്കണം. എവിടെയാണോ നമുക്ക് ഒട്ടിക്കേണ്ടത് അത് ഡിപ്പെൻസ്, ഓരോ പിക്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ഒട്ടിക്കണം. അതിന് സ്റ്റിക്കർ ഇത് കളഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഇത് കളഞ്ഞിട്ട് ഒട്ടിക്കണം. സ്റ്റിക്കറിന് ഞാൻ പറയാൻ കാരണം നമുക്ക് ഗ്ലൂ വെച്ചൊന്നും അത് ഒട്ടിച്ചാൽ ശരിയാവില്ല. പിന്നെ പൊളിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പാടുകളൊക്കെ ഉണ്ടാവും. സ്റ്റിക്കർ ആകുമ്പോൾ നല്ല വൃത്തിയായിട്ട് പൊളിഞ്ഞ് വരും. അതുകൊണ്ടാണ് സ്റ്റിക്കർ തന്നെ വേണമെന്ന് ഞാൻ പറയുന്നത്. അപ്പം അത് നല്ല വൃത്തിയിൽ ഒട്ടിക്കണം. ചുളുക്കങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗവും നന്നായി ഒട്ടി വരണം. ഗ്യാപ്പൊന്നും ഉണ്ടാവരുത്. നന്നായി പ്രസ് ചെയ്ത് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബോട്ടിൽ ഫുൾ നമ്മൾ പെയിൻറ്റ് ചെയ്യണം. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിൽവർ കളർ സ്പ്രേ പെയിൻ്റാണ്. സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആക്രിലിക് കളറാണെങ്കിലും യൂസ് ചെയ്താൽ മതി. അത് യൂസ് ചെയ്യുന്ന വിധം ഞാൻ ബോട്ടിൽ പെയിൻറ്റിങ് ഇൻ പെർഫ്യൂം ബോട്ടിൽ എന്നുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് ബോട്ടിൽ ഫുൾ ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പയ്യെ സാവധാനം ഇളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ബാക്കി ഭാഗവും കൂടി ഇളകിപ്പോരും. സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഭാഗം മാത്രം ഇളക്കിയെടുത്താൽ മതി. പിന്നെ ഒരു ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചിരണ്ടി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിൽ കുറച്ച് ജനാലകളൊക്കെ ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനതൊരു സിൽവർ മാർക്കർ പെൻ വെച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ, ബ്ലൂ ആൻഡ് പിങ്ക്. അത് ഗ്ലൂ ഗൺ വെച്ച് അതിങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിന് ശേഷം ഒരു സ്റ്റാറും കൂടി ഒട്ടിച്ചു കൊടുത്തു ഒരു ഭംഗിക്ക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് ലൈറ്റാണ്. ഇവിടെ ഞാൻ ഈ ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലൈറ്റ് തന്നെ യൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇത് വെള്ളത്തിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. ഇത് തന്നെ യൂസ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് കോർക്ക് ലൈറ്റോ സീരീസ് ലൈറ്റോ എന്ത് ലൈറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതെല്ലാം ഇതിന് ഭംഗിയുണ്ടാവും. പിന്നെ നമുക്ക് ഈ സ്റ്റിക്കർ തന്നെ അല്ല, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ്, നല്ല ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. വളരെ ഈസിയാണ്. റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡെക്കർ പീസാണ്. അതുപോലെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ട് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്